നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സവോളയും ഉണക്കമുളകും വച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 15 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഉണക്കമുളകിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം മുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി മുളകൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ മുളക് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് നമുക്കൊരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള ഇതേപോലെ വലുതാക്കി വേണം അരിയാനായിട്ട്, ചെറുതാക്കിയല്ല അരിയേണ്ടത്. ഇനി ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വഴറ്റി കൊടുത്ത് നമുക്ക് ഈ സവോള ഒന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ സവോളയും കളറൊക്കെ മാറി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇനി മുളകിൻ്റെ സവോളയും ഒക്കെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇനിയൊരു മിക്സിയോ ചോപ്പറോ എന്തേലും എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന മുളകും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വാളംപുളിയാണ്. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഇത് ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്. ഇപ്പം ചമ്മന്തി ഇവിടെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ചമ്മന്തി കണ്ടാൽ മനസ്സിലാകും ഞാനിത് ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവോളയും ഉണക്കമുളകും വച്ചിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുകയും വേണം. പിന്നെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.